അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരുടെ ക്ഷേമത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കേക്ക് അടിപൊളിയല്ലേ? ഞാനിന്ന് ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്താന്ന്. നമ്മുടെ വനിലയും ചോക്ലേറ്റും കൂടി ചേർന്നാൽ എങ്ങനെ ഉണ്ടാവും, അത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയതാണ്. നമ്മുടെ 3 മുട്ട എടുക്കുക, അല്ലെങ്കിൽ 4 മുട്ട എടുക്കുക. അതൊന്ന് ബീറ്റ് ചെയ്യുക. അതിന് ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ നിറയെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഞാൻ ഈ ഒരു കേക്ക് ടീനുള്ളത് കൊണ്ട് അതുപോലെ ചെയ്തെടുത്തതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനൊന്നും, കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാവും കളറ് കണ്ടാൽ. അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 100 ഗ്രാം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു സ്പാച്ചില വെച്ചിട്ട് നല്ല നല്ല ഇളക്കി യോജിപ്പിച്ചെടുക്കുക. സ്പാച്ചില പോരാ, നമ്മളുടെ വിസ്ക് തന്നെ വേണം. അത് വെച്ചിട്ടൊന്ന് കട്ടയൊന്ന് ഇല്ലാണ്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. പിന്നെ ഇത് നമ്മളൊന്ന് 2 ഭാഗമാക്കി എടുക്കുക. 2 തുല്യ അളവിൽ തന്നെ കിട്ടണം. ഇനി ബാക്കിയുള്ളതിൽ നമ്മൾ കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ലൈറ്റ് ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് 2 ഒരേ അളവിൽ ഒരേ കട്ടിയിലായിരിക്കണം എടുക്കേണ്ടത്. അതൊന്ന് മിക്സാക്കിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് അത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കേക്ക് ടിന്നിൽ ഞാൻ കുറച്ചൊരു ഓയിൽ തടവിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്നിച്ചിട്ട് ഒരേ സമയം ഒഴിച്ച് കൊടുക്കുക. കട്ടിയിൽ ഡോ എടുത്തു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ അവിടെ നിന്നോളും. ഒന്ന് കുറച്ച് ലൂസായി കഴിഞ്ഞാൽ ഒന്നൊന്നിൻ്റെ മേലെ കയറിക്കളി. രണ്ടും ഒരേ സമയം ഒഴിച്ചു കൊടുത്ത് രണ്ടും ഒരേ സമയം ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇനി ഒന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കുക. 20 മിനിറ്റേ വേണ്ടൂ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കുക, ഒന്ന് കുത്തി നോക്കുക. പിന്നെ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കളറ് കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് കളറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ വെക്കേഷൻ സമയമല്ലേ, കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സ്ട്രോബെറി ആദ്യം വെച്ചെടുത്ത് പിന്നെ ബാക്കി ജെംസ് ഇട്ടെടുത്തിട്ട് അലങ്കരിച്ചിട്ടെടുത്തു.